നമ്മൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് വരുന്ന പല പേഷ്യൻസും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇഷ്ടം പോലെ പ്രാവശ്യം സ്കാൻ ചെയ്യുന്നുണ്ട്. എന്തിനാണ് നമ്മളിങ്ങനെ ഇഷ്ടം പോലെ പ്രാവശ്യം സ്കാൻ ചെയ്യുന്നത്? പലപ്പോഴും ഒരു സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു പരിശോധിച്ച് നോക്കുന്നു. ഇപ്പോൾ ഒരു ഗർഭപാത്രം, ഓവറി അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരു പരിശോധനയാണ് അൾട്രാസൗണ്ട് സ്കാനിങ്. പക്ഷേ ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്കാനിങ്ങിന് പല പല ഘടകങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുന്നത് നമ്മൾ ബേസിക് ഒരു അവയർനെസ് എങ്ങനെയുണ്ട് യൂട്രസ്, എങ്ങനെയുണ്ട് ഓവറി, അതിൽ അണ്ടങ്ങൾ എങ്ങനെയുണ്ട് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന സ്കാനിങ്ങിന് പറയുന്ന പേരാണ് ഫോളിക്കുലാർ മോണിറ്ററിംഗ്, അഥവാ നമ്മൾ അണ്ടം വളരുന്നത് നോക്കാനുള്ള സ്കാൻ. അത് ചിലപ്പം ഓരോ മാസത്തിലും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും. ഓരോന്നും പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം സ്കാനാണ്. സപ്പോസ് ഒരു പേഷ്യൻ്റ് രണ്ട് പ്രാവശ്യം ഒരു നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് സൈക്കിളിൽ വന്നു വരികട്ടെ, അവർ തുടക്കത്തിൽ വരുമ്പോഴത്തേനും നമ്മൾ ഒരു പ്രാവശ്യം സ്കാൻ ചെയ്തു ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി. അടുത്ത പ്രാവശ്യം പീരീഡ് തുടങ്ങി അണ്ടവളത്തോളം മരുന്നെടുത്തതിന് ശേഷം വീണ്ടും അണ്ടവളർച്ച ഉണ്ടോ എന്ന് നോക്കാൻ ഒരു സ്കാൻ ചെയ്തു. അതിൽ അണ്ടങ്ങൾ പ്രോപ്പർലി വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരുന്നു. അപ്പോൾ പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം ഇപ്പോൾ എത്ര സ്കാനായി? 3 സ്കാനായി. അപ്പം പേഷ്യൻ്റ് ഒരു തെറ്റിദ്ധാരണ വരും, നമ്മൾ ചുമ്മാ പിടിച്ച് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല. നമ്മൾ ഈ സ്കാനിങ് എന്ന് പറയുന്നതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അസസ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ സ്കാൻ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അത് എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു തിരിച്ചറിവ് പേഷ്യൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്.